മണിക്കൂറുകളോളം ലാപ്ടോപ്പും മൗസും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൈത്തണ്ടയിൽ വേദനയോ അല്ലെങ്കിൽ വിരലിന്റെ തരിപ്പോ നംനസോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടോ? ഇത് വെറും ഒരു മടുപ്പല്ല, വേദനയല്ല. നിങ്ങളുടെ മീഡിയൻ നെർവ് തരുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. തുടർച്ചയായി ഒരേ പൊസിഷനിൽ കൈകളിൽ വെച്ച് ജോലി ചെയ്യുമ്പോൾ കൈത്തണ്ടയിലെ കാർപ്പൽ ടണലിൽ സമ്മർദ്ദം, സ്ട്രെസ് വളരെ കൂടുന്നു. ഇതിനെയാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. തള്ളവിരലില് അതുപോലെ തന്നെ അടുത്ത തള്ളവിരലിനോട് അടുപ്പിച്ച രണ്ട് വിരലുകളിലും തരിപ്പ് വരിക, രാത്രി കാലങ്ങളിൽ കൂടുന്ന കൈവേദന, അത് ഒരു 2 മണിയൊക്കെ ആവുന്ന സമയത്ത് നല്ല സിവിയർ പെയിനിലേക്ക് കൊണ്ടുപോകാറുണ്ട്. കൈകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുക, അതായത് തുണി പിഴിയാനോ അല്ലെങ്കിൽ കുപ്പി തുറക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ആയുർവേദത്തിലെ ഇതിന് വായുകോപം എന്നാണ് പറയാം. വാദം കൊണ്ടുണ്ടാകുന്ന വിശ്വാചി എന്നുള്ള ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിനെ കണക്ട് ചെയ്ത് പറയുക. ഇത് മാറാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, 20 ഡിഗ്രി റൂൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ കൈത്തണ്ട വളയാതെ നേരെ വെക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ഒരു റെസ്റ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. 2, ഫിംഗർ സ്ട്രെച്ചുകൾ അപ്ലൈ ചെയ്യുക. ഓരോ 30 മിനിറ്റിലും വിരലുകൾ വിടർത്തി പിടിച്ച് ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഓക്കെ. മൂന്നാമത്തെ കാര്യം ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇളം ചൂടുള്ള ധന്വന്തരം തൈലം, ബേസിക്കലി അത് നമുക്ക് എടുക്കാം, പുരട്ടിയിട്ട് അത് നല്ല മൃദുവായിട്ട് മസാജ് ചെയ്യുക. രക്തോട്ടം കൂടാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ പെയിൻ റിലീഫ് ആവാനും സ്ട്രെസ് റിലീഫ് ആവാനും ഇത് സഹായിക്കും. ഈ 3 കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് പെയിൻ വിട്ടു മാറുന്നില്ലെങ്കിൽ അത് നിസ്സാരവൽക്കരിക്കാതിരിക്കുക, അവഗണിക്കാതിരിക്കുക. ശരിയായ സമയത്തുള്ള ഒരു ആയുർവേദ ഇന്റർവെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഓപ്പറേഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ അത് ഒരുപാട് സഹായിക്കും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ കൊടുക്കുക.